അതിനെയാണ് ഇന്നലെ ഈ CJP-യുടെ ഒരാവശ്യം, അതായത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഒഴിച്ച് എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചിരുന്നു കേന്ദ്രം. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയല്ലാതെ മറ്റൊന്നില്ല എന്ന് ഉറച്ചു നിന്ന CJP-ക്ക് യുവാക്കൾക്ക് ഇതാ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കേന്ദ്രത്തിൽ നിന്ന് വരുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. ഒരു മാസത്തോളമായി അവർ എന്താണ് ആവശ്യപ്പെട്ടത്? നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, അങ്ങനെ വ്യാപകമായി ചോരുന്ന ചോദ്യങ്ങൾ, വ്യാപക ക്രമക്കേടുകൾ, പരീക്ഷാ ക്രമക്കേടുകൾ, അങ്ങനെ കുത്തൊഴിഞ്ഞ സംവിധാനത്തിലുള്ള യുവത്വത്തിന്റെ വിദ്യാർത്ഥികളുടെ പോരാട്ടം വിജയം കണ്ടിരിക്കുന്നു. ഒരു മാസത്തോളം നീണ്ട നിരാഹാര സമരം, അതിന് പിന്നാലെയുള്ള പ്രതിഷേധങ്ങൾ എല്ലാം അത് ഫലവത്താകുന്നു. അങ്ങനെ കേന്ദ്രമന്ത്രിസഭയിൽ ജനരോഷത്തിലിറങ്ങി കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ആദ്യ രാജി ഉണ്ടായിരിക്കുന്നു വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. പോരാട്ടങ്ങൾ അവഗണിച്ച് മുന്നോട്ട് പോകാനാകില്ല, പ്രതിഷേധങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് പോകാനാകില്ല, യുവാക്കളെ കണ്ടിൽ നടിക്കാനാകില്ല. അത് ഏറ്റവും ഒടുക്കം ആ തീരുമാനത്തിലേക്ക്, അനിവാര്യമായ തീരുമാനത്തിലേക്ക് കേന്ദ്രത്തിന് എത്തേണ്ടിയിരിക്കുന്നു. CJP-യുടെ ഒരു വലിയ വിജയം, ഈ നാട്ടിലെ യുവത്വത്തിന്റെ വലിയ വിജയം, പോരാട്ടത്തിന്റെ വലിയ വിജയം. തീർച്ചയായും കഴിഞ്ഞ 10 ദിവസങ്ങളിലെ സംഭവങ്ങളിൽ താൻ ദുഃഖിതനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ രാജിക്കത്തിൽ അദ്ദേഹം എഴുതുന്നത്. ഇത് വ്യക്തിപരമായ അഭിമാനത്തിന്റെ കാര്യമല്ല, ഇന്ത്യയുടെ യുവശക്തിയാണ് ഈ രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി എന്ന് അദ്ദേഹം ഈ കത്തിൽ പറയുന്നുണ്ട്. ഒപ്പമല്ല, രാജ്യത്തെ യുവാക്കളെ ആശയക്കുഴപ്പത്തിൽ കുടുക്കാൻ താൻ അനുവദിക്കുന്നില്ല, അത് താൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ജന്തർ മന്ദറിൽ ഉടലെടുത്തിരിക്കുന്ന ഈ സാഹചര്യം കണക്കിലെടുത്ത് രാജ്യവിരുദ്ധ ശക്തികൾ ഈ സാഹചര്യം മുതലെടുക്കാൻ കൂടിയുള്ള അതിനെയാണ് ഇന്നലെ ഈ CJP-യുടെ ഒരാവശ്യം, അതായത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഒഴിച്ച് എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചിരുന്നു കേന്ദ്രം. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയല്ലാതെ മറ്റൊന്നില്ല എന്ന് ഉറച്ചു നിന്ന CJP-ക്ക് യുവാക്കൾക്ക് ഇതാ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കേന്ദ്രത്തിൽ നിന്ന് വരുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. ഒരു മാസത്തോളമായി അവർ എന്താണ് ആവശ്യപ്പെട്ടത്? നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, അങ്ങനെ വ്യാപകമായി ചോരുന്ന ചോദ്യങ്ങൾ, വ്യാപക ക്രമക്കേടുകൾ, പരീക്ഷാ ക്രമക്കേടുകൾ, അങ്ങനെ കുത്തൊഴിഞ്ഞ സംവിധാനത്തിലുള്ള യുവത്വത്തിന്റെ വിദ്യാർത്ഥികളുടെ പോരാട്ടം വിജയം കണ്ടിരിക്കുന്നു. ഒരു മാസത്തോളം നീണ്ട നിരാഹാര സമരം, അതിന് പിന്നാലെയുള്ള പ്രതിഷേധങ്ങൾ